ശരണം പ്രതീക്ഷിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഇത്തരം എത്രയോ കവിതകൾ മലയാളത്തിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും വേണ്ടി കിട്ടും. അങ്ങനെയുള്ള ആ പരമ്പരയിലെ പ്രണവസ്വരൂപന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രഗീതകത്തിന്റെ, അതിനെ ഞാൻ ഇവിടെ നേരത്തെ സ്വാമിയെ സൂചിപ്പിച്ചതുപോലെ ഉറക്കുമായി പാട്ടായി കാണുന്നില്ല. അത് സനാതന ധർമ്മവിശ്വാസികളുടെ ഒരു ഉണർത്തുപാട്ടായി വേണം നാം കാണാൻ. ഈശ്വരൻ ഉറങ്ങുന്നില്ല, ഉറങ്ങിയാൽ സംഭവിക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞു വരുന്നു. ചിലരുടെ ഒരു ചോദ്യം പോലുമുണ്ട്, ഈ 951 ചില ആളുകളുടെ അഭിപ്രായപ്രകാരം 51 മുതൽ പാടി തുടങ്ങിയെന്നും ചിലർ 55 മുതൽ പാടി തുടങ്ങിയെന്നും പറയുന്നു. അപ്പൊ അതിനു മുമ്പ് അയ്യപ്പൻ ഉറങ്ങാറുണ്ടായിരുന്നോ എന്ന് ചിലർ പരിഹാസരൂപേണ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ലല്ലതിയോ ഉറക്കുപാട്ടോ എന്നതിനേക്കാൾ ഉപരി നമുക്കായിക്കൊണ്ട്, ലോകത്തിനായിക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു ഉണർത്തുപാട്ടായി വേണം കരുതാൻ. അതിന്റെ മഹാശക്തി, ആ ഉണർത്താനുള്ള കരുത്ത് ഈ ഗീതകത്തിന്റെ ഉള്ളിലുണ്ട് എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. ചിലരെങ്കിലും അറിയാതെ പറഞ്ഞു പോകാറ് ഇത് ഒരു സിനിമാ ഗാനമായി വന്നതുകൊണ്ട് മാത്രമാണ് പ്രസിദ്ധമായത് എന്നാണ്. എത്രയോ സിനിമകളിൽ ദേവരാജൻ മാഷ് സംഗീതം പകർന്നിട്ടുണ്ട്. മധ്യമാവതിയിലും അനേകം ഗാനങ്ങളെ രചിച്ചിട്ടുണ്ട്. അത് യേശുദാസിന്റെ ഗന്ധർവ സ്വരത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരം എത്ര ഗീതങ്ങളാണ് നമ്മൾ 100 വർഷം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ജൂബിലികൾ ആഘോഷിക്കുന്നത്. ശരിയാണ്, അത് വലിയ പ്രചാരം കിട്ടാൻ ഒരുപക്ഷെ ദേവരാജൻ മാഷിന്റെ സംഗീതത്തിനും മഹാനായ യേശുദാസിന്റെ ആ ഗന്ധർവ സ്വരത്തിനോ സഹായിച്ചിട്ടുണ്ടാവാം. അതൊരു അപൂർവ സംയോഗം കൂടിയാണ്. അയ്യപ്പന്റെ ഈ ഗീതം എഴുതിയതൊരു മഹിള, അതിന് സംഗീതം പകർന്നത് യുക്തിവാദിയായ ഒരു വ്യക്തി, പാടിയതാകട്ടെ ഒരു ക്രൈസ്തവ മത അനുയായി. ഇതൊരു വളരെ വളരെ മനോഹരമായ ഒരു സുന്ദരമായ സംയോഗം കൂടിയാണ്. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അത് നിലനിൽക്കുന്നത് ലോകത്തിന്റെ ഒരു വലിയ പ്രേരണാദാനമായി, മന്ത്രമായി മാറിയതിന്റെ പിന്നിൽ അത്യുജ്വലമായ ഒരു തപസ്സിന്റെ സിദ്ധിയും യോഗസാധനയിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന അനുഭൂതിയുടെ തലത്തിൽ നിന്ന് രചന നിർവഹിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ചിരന്തനമായി നിലനിൽക്കുന്നത്. ഇത് സമൂഹത്തെ, ലോകത്തെ ഉണർത്താനുള്ള കരുത്തുള്ളതായി മാറുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, യാതൊക്കെ പറഞ്ഞതുപോലെ, ഇതിലെ പദങ്ങളെ പരിശോധിച്ചാൽ, ആ പദങ്ങളുടെ ചേരുവ പരിശോധിച്ചാൽ, അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ, ആ അർത്ഥ ഗരിമയിലേക്ക് എത്താൻ ശ്രമിച്ചാൽ, പദം പദത്തോട് ചേരുമ്പോൾ അവിടെ അഗ്നിസൂര്യന്റെ ശിഖരം വീരണം എന്നാണ് വേദം പറയുന്നത്. എങ്കിൽ മാത്രമേ അത് കവിതയാകുള്ളൂ. ഇവിടെയൊക്കെ സമഞ്ജസമായി മേടിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ ഭാഷയുടെ ഒരു പരിമിതിയോ ഒരു പരിധിയോ ഇല്ലാതെ എല്ലാവർക്കും സ്വീകരിക്കാനും പാടാനും പറ്റുന്ന ഗീതമാണ്. എഴുതിയൊരു മലയാളിയാണ്. മലയാള ഗീതം എന്ന നിലയിൽ തന്നെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കുന്നതാണ്. ഇതിൽ ഏത് പദമാണ് മലയാളത്തിൻ്റെത് മാത്രമായിട്ടുള്ളത്. ഇതിനോട് ഞാൻ തുലനപ്പെടുത്തുന്നതല്ല. ഭാരതത്തെ ഉണർത്താൻ വേണ്ടി ബങ്കിംചന്ദ്രൻ എഴുതിയ വന്ദേ മാതരം, അതിന്റെ ഒരു 90% പദങ്ങളും ബംഗാളി ഭാഷയാണ്. പക്ഷേ അത് ബംഗാളി ഭാഷ മാത്രമായി കണ്ട് ഭാരതത്തിൽ ആരും മാറ്റി നിർത്തിയില്ല. അതൊരു പ്രാദേശിക ഗീതമാണ് എന്നുള്ളത്. അരവിന്ദ മഹർഷിയൊക്കെ പറയുന്നത് പോലെ ഭാരതത്തെ ഉണർത്താനുള്ള കരുത്തിനെ ഗർഭം ധരിച്ച ഒരു മഹാശക്തി മന്ത്രമായി വന്ദേ മാതരം മാറിയതുപോലെ ഭക്തിയുടെ നവോത്ഥാനത്തിലൂടെ ലോകത്തിന് ഒരു പുലരി, നല്ല പുലരി സംഭാവന ചെയ്യാൻ എന്ന അർത്ഥത്തിൽ രചിക്കപ്പെട്ട ഈ ഗീതകം എല്ലാ ഭാഷയും ഒരുപോലെ, പ്രത്യേകിച്ച് ഭാരതീയ ഭാഷകളിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇത് മനസ്സിലാക്കാതെ വരുന്നില്ല. എല്ലാ പദവും അതേപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണ്. ഇതിലെ പ്രയോഗങ്ങൾ ഞാനിവിടെ
വെറുതെ ആലങ്കാരികമായി യോഗസാധനയുടെ ഉന്നത പദത്തിൽ എത്തിയുന്ന ഒരു അനുഭൂതി നിന്നാണ് ഈ കവിത ഉറന്നൊഴുകിയത് എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് അക്ഷരങ്ങളെ ചിട്ടപ്പെടുത്തിയത്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 11 അക്ഷരങ്ങൾ വരുന്ന പാദങ്ങൾ, അത്തരം 4 പാദങ്ങൾ, അത്തരം 8 ശ്ലോകങ്ങൾ, അതാണ് അക്ഷരം. ഈ 11, 4, 8 നമ്മുടെ വേദാന്ത ചിന്തയിൽ ഹിന്ദു ആചാരപ്രകാരം വളരെ പ്രാധാന്യമുള്ള പദങ്ങളാണ്, അക്കങ്ങളാണ്. അക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 11 എന്നത് 11 രുദ്രന്മാരെ സൂചിപ്പിക്കുന്നു. 4 പാദങ്ങൾ എന്നത് മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്. മഹാവിഷ്ണു 4 പ്രാധാന്യം. 8 മഹാദേവിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ അഷ്ടകം ആദ്യന്തം വായിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ 11 അക്ഷരം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അതിന്റെ ഇടയിൽ ചേർത്തിട്ടുള്ള സ്വാമി കൂടി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ 13 തോന്നാം. പക്ഷേ അക്ഷരങ്ങൾ 11 ഓരോ പദത്തിൽ. രുദ്രന്മാരെ സൂചിപ്പിക്കുന്ന 11 അക്ഷരങ്ങൾ, മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന 4 പാദങ്ങൾ, മഹാദേവിയെ സൂചിപ്പിക്കുന്ന 8 അക്ഷരങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആചാരം അതേപോലെ പ്രകൃതി ഘടനയുടെ, വിശ്വത്തിന്റെ ഘടനയുടെയും ആധാര സംഖ്യയായ 108 പദങ്ങൾ. ഇതെല്ലാം ചേരുന്ന ഈ ഒരു ഈ മന്ത്രം അത് അങ്ങേയറ്റം ശക്തിമത്തായ ഒന്നാണ്. അതാണ് ഇതിന്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു പദവും ഇപ്പോ ചിലരെങ്കിലും ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് പറയുമ്പോൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. എത്ര വാഹനമാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് എന്ന്. എത്ര വാഹനമാണ്? കളഭ, കേസരി, വാജിവാഹനം. അപ്പൊ കളഭവുമുണ്ട്, കേസരിയുണ്ട്, വാജിയുമുണ്ട്. കളഭം എന്ന് പറയുമ്പോ ആന, കേസരി എന്ന് പറയുമ്പോ സിംഹം, വാജി എന്ന് പറയുമ്പോ കുതിര. ഇത് ഏത് വാഹനത്തിനാണ് കയറിയിരിക്കുന്നത്? അതിനൊക്കെ അത്തരം ശബ്ദധാരാവനെ എടുത്ത് അതിൽ കളഭത്തിന്റെ അർത്ഥം നോക്കിയാൽ, ശബ്ദധാരാവനെയും വാജിയുടെ അർത്ഥം നോക്കിയാൽ അങ്ങനത്തെ തെറ്റായ നിഗമനത്തിലേക്ക് എത്തിച്ചേരും. ഇത് സത്യത്തിൽ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ത്രിഗുണങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഭാരതീയമായ ചിത്രസങ്കേതങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ സാധനയെ കുറിച്ച് തന്ത്ര ചിത്ര രചന നടത്തുന്ന മേഖലയിലേക്ക് പോയാൽ ഈ പ്രതീകങ്ങളെ മനോഹരമായി അത്തരം പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുള്ളത് കാണാം. ആനയെ തമസിന്റെ പ്രതീകമായി, വാജിയെ അല്ലെങ്കിൽ കുതിരയെ രജസിന്റെ പ്രതീകമായി, സിംഹത്തെ സത്വത്തിന്റെ സാത്വിക ഗുണത്തിന്റെയും പ്രതീകമായി. അങ്ങനെ സത്വരജസ് തമോ ഗുണങ്ങളെയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് കാണാം. ഇത്തരം ഞാൻ അതിന്റെ മുഴുവൻ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മുഖ്യപ്രഭാഷണം എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ 5 രൂപ 6 രൂപ സമയമില്ലാത്ത എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം വളരെ നിശ്ചയമുണ്ട്. മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞാൽ ദീർഘപ്രഭാഷണമല്ല എന്ന് നല്ല ബോധ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞിരിക്കുന്നു. ഏറെ മോഹിനി ഈ മൊത്തം പരിപാടിയുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അയ്യപ്പന്റെ മഹത്വവും അയ്യപ്പൻ ഭഗവാൻ ഈ ഭാരതത്തിൽ ഈ ലോകത്ത് ചെയ്യാനുള്ള കർമ്മം എന്താണെന്നുള്ളതും അതിന് നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഹരിഹരാസനം എന്ന ഈ ഹരിഹരാത്മിക അഷ്ടകത്തെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിവിടെ നടന്ന ആ ഉജ്ജ്വലമായ പരിപാടി, അതിന്റെ ആ ശോഭായാത്ര, അത് കാണുമ്പോൾ മനസ്സിൽ വന്ന ഒരു ചിത്രം, ശബരിമല വിളക്ക്, ശ്രീ ശബരിമല വിളക്ക് എന്ന് പറഞ്ഞ് മഹാകവി പി അയ്യപ്പനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. സുന്ദരമായ ഒരു കവിത. ആ കവിതയിൽ പറയുന്നത്, അന്ധകാരം എന്തി വന്ന വണ്ടിയില മാറ്റി കണ്ണുകളിൽ തൂവെളിച്ചം തൂകിടണം പോറ്റി. അന്ധകാരം എന്തി വന്ന ആ വണ്ടിയിലത്തെ അകറ്റിയിട്ട് നമ്മുടെ എല്ലാം ഉൾക്കണ്ണിൽ വെളിച്ചം തൂകുന്ന ഗുരുവായി മാറണമേ അയ്യപ്പ. അതിനുശേഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ തമ്പുരാനും അതേപോലെ സ്വാമിജിയും ഒക്കെ പറഞ്ഞ ആ കാര്യത്തെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പി കുഞ്ഞിരാമനായ 10 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കവിതവായിരുന്നു. നിൻ മുടിയിലെ കാല് വയ്ക്കും തിന്മയെ ചെറുക്കാൻ. ചിലരൊക്കെ നിന്റെ മുടിയിൽ കാല് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയോ വർഷം മുമ്പേ പറഞ്ഞു. നിൻ മുടിയിലെ കാല് വയ്ക്കാൻ, തിന്മയെ ചെറുക്കാൻ, പൊന്മലയിൽ കല്ലെറിയും തിന്മയെ തകർക്കാൻ.
ശബരിമലയിൽ കല്ലെറിയാൻ പറ്റുമയുടെ കല്ലെറിനെ കുറിച്ചല്ല പറയുന്നു. ചിലരെയൊക്കെ അയച്ച് അയ്യപ്പന്റെ നേരെ കല്ലെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിന്റെ പിന്നിലൊരു വലിയ ഉദാഹരണമുണ്ട്. ഈ കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ മുഴുവൻ പടർന്ന് ഉയരേണ്ട ആ ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ള മഹാനവോത്ഥാനത്തെ തടയാനും നമ്മുടെയൊക്കെ മനസ്സിനെ ശൂന്യമാക്കി തീർത്ത് അതിലേക്ക് പാഴ്വസ്തുക്കളെ നിറയ്ക്കുകയും ചെയ്യാനുള്ള ഒരു ഗൂഢ പരിശ്രമം അതിന്റെ മുന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയാം. അമ്പലങ്ങൾ പൊട്ടിക്കിടച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രക്കാർ സിദ്ധാന്തക്കാർ ഇത് തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. കുറെ കാലമായി പരിശ്രമിക്കുകയാണ് ഈ ഹൈന്ദവ സനാതന ധർമ്മവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ക്ഷേത്രങ്ങളെയും അതിന്റെ പരിപാലനത്തെയും നശിപ്പിക്കാൻ. അത്തരക്കാരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നിലേൽ കാല് വയ്ക്കും തിന്മയെ തകർക്കണം. നിന്റെ മലയിൽ കല്ലെറിയാൻ ശ്രമിക്കുന്ന ആ തിന്മയെ ഇല്ലാതെയാക്കണം. ഇത് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ നാട്ടിൽ ആര്യൻ നെല്ലിൽ വിളയുള്ളൂ എന്നാണ് ഈ പാഠം പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഐശ്വര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഭക്തിയുടെ, പ്രത്യേകിച്ച് അയ്യപ്പ ഭഗവാൻ മുന്നോട്ട് വയ്ക്കുന്ന മഹത്തരമായ സന്ദേശം. പലപ്പോഴും തോന്നാറുണ്ട് ശബരിമല തീർത്ഥാടനം നമ്മളിലേക്ക് പകർന്നു തരുന്ന മഹത്തായ ചില സന്ദേശങ്ങളുണ്ട്, അതിമഹത്തായ സന്ദേശം. സാധാരണ എല്ലാ ക്ഷേത്രത്തിലെയും ആരാധനയിലും തീർത്ഥാടനത്തിനും മഹത്വമുണ്ടെങ്കിലും തോന്നാറ് ഒരു പഞ്ചസകാരങ്ങളെ നമ്മുടെ മുന്നിലേക്ക് നൽകുന്നതാണ് ഈ ശബരിമല തീർത്ഥാടനം. അതിലൊന്നാമത് സാധനയുടെ സംസ്കാരം. സാധനയുടെ സംസ്കാരം വെറുതെ ശബരിമലയിൽ പോയാൽ പോരാ. 41 ദിവസം ഒരു മണ്ഡലകാലം നീണ്ടു നിൽക്കുന്ന ശുദ്ധമായ വ്രതനിഷ്ഠ, അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിശിഷ്ടമായ സംസ്കാരം. ആ സംസ്കാരത്തെ വളർത്താൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് നമ്മുടെ കേരളവും ഭാരതവും ലോകവും നേരിട്ടുകൊണ്ടിരിക്കുന്ന സദാചാര രാഹിത്യത്തിൻ്റെതായ സംസ്കാര വൈരുദ്ധ്യത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ അവിടെ ഈ സംസ്കാരത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ പറ്റൂ. അയ്യപ്പ തീർത്ഥാടനം നമ്മളിലേക്ക് കടന്നു നിൽക്കുന്നത് ആ സാധന സംസ്കാരം. അതിനെയാണ് ഞാൻ ഒന്നാമത്തെ ആയിട്ട് പറയുന്നത്. രണ്ടാമത് നമുക്ക് ഇന്നില്ലാത്തത് സമത്വത്തിന്റെ, ഐക്യത്തിന്റെ ബലമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമത്വബോധത്തെ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന ഒരു വിശിഷ്ടമായ തീർത്ഥാടന പദ്ധതി ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അയ്യപ്പന്റെ തീർത്ഥാടനമാണ്. എല്ലാവരും ഒന്നാണ്. ഇവിടെ പലപ്പോഴും പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കിടക്കുന്നില്ല. അവിടെ സമബുദ്ധിയാണ് നമ്മുടെ ഉള്ളിൽ വളർത്തുന്നത്. എല്ലാവരും അയ്യപ്പന്മാരാണ്, എല്ലാവരും. ഇതേപോലെ ഒന്നാണ് യോഗ സമന്വയത്തിൻ്റെതാണ് മൂന്നാമത്തെ സമന്വയത്തിൻ്റെതാണ് അയ്യപ്പന്റെ ആ തീർത്ഥാടനം. ഹരിവരാസനം ആ അഷ്ടകം പൂർണ്ണമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എത്ര സുന്ദരമായിട്ടാണ് യോഗത്തെ, എല്ലാവിധ യോഗങ്ങളെയും അവിടെ സമന്വയിപ്പിച്ചിട്ടുള്ളത്. അത് ഭക്തിയായാലും കർമ്മമായാലും രാജയോഗമായാലും എല്ലാം ഒരുപോലെ ജ്ഞാനയോഗമാണെങ്കിലും അവിടെ സമന്വയിക്കുന്നത് കാണാം. അതേപോലെ വിവിധ ആരാധനാ പദ്ധതികളെ വള്ളത്തോളിന്റെ കവിത ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അവിടെ കേശവന്റെയും ശിവന്റെയും പ്രേമത്തിന്റെ വിഭാഗമാണ്, മനോഹരമായ സംയോജനമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് സമന്വയത്തിന്റെ കേന്ദ്രം കൂടിയാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാറ്റിലും ഉൾക്കൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന നമ്മുടെ വേദാന്ത ചിന്ത. സമരസത എല്ലാവരും ഉണ്ട്. അയ്യപ്പനും അതെ, നമ്മളിലും അതെ. നമ്മൾ അയ്യപ്പനായി മാറുകയാണ്. ഹിന്ദു ആരാധനാ രീതി അതിന്റെ പരിപൂർണതയിലെത്തുന്നത് ശിവോഭൂവ ശിവം യജേ എന്ന് സങ്കല്പിക്കാൻ കഴിയുമ്പോഴാണ്. ശിവനായിരിക്കുന്ന ശിവനെ ഭജിക്കണം, അതാണ് നമ്മുടെ സങ്കല്പം. ഞാൻ ആരെങ്കിലും ചെറുതാക്കി കാണാൻ വേണ്ടി പറയുന്നതല്ല. താരതമ്യേന പുതിയ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മതമൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഈശ്വരനെ കാണാൻ പോയിട്ട് ഈശ്വരനെ കണ്ടു എന്ന് പറയാൻ പോലും അവകാശമില്ല. ഈശ്വരനെ കണ്ടു എന്ന് പോലും പറയാൻ അവകാശമില്ല. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ അവരുടെ വിധി എന്താണ് എന്ന് നമുക്ക് എല്ലാവരും പറയും. അതെന്തായിക്കോട്ടെ, നമ്മുടെ വിധിയല്ല. പക്ഷേ ഏറെ സംസ്കരിക്കപ്പെട്ട ഈ സനാതന ധർമ്മത്തിലെ വിശ്വാസം എന്താ? ഈശ്വരനായിരുന്നു ഈശ്വരനെ ഭരിക്കാനാണ്. സ്വയം ഈശ്വരനാകാനുള്ള അവസരം ലോകത്ത് ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സനാതന ധർമ്മമാണ്. നമുക്ക് ഈശ്വരൻ ആകാശ മേലാപ്പിന്റെ മേലെ നമ്മളെ അടിച്ചൊതുക്കാനും അടിച്ചു നയിക്കാനുമുള്ള
ചമ്മട്ടിയുമായിരിക്കുന്ന ഏകാധിപതിയല്ല നമുക്ക് ഈശ്വരൻ. നമുക്ക് ഈശ്വരൻ നമുക്കിടയിലുള്ള ആളാണ്. ഈ ഭാവന ഏറ്റവും സുന്ദരമായി നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു ഈശ്വര സാന്നിധ്യമുണ്ട് എങ്കിൽ, ഒരു ഈശ്വരനുണ്ട് എങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒന്നാണ് അയ്യപ്പൻ. അതാണ് ഞാൻ സമരസത എന്ന് പറയുന്നത്. ഈ പഞ്ചപദങ്ങളും കടന്നു എന്നാൽ പിന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നീയാകുന്നു, നീ ഞാനാകുന്നു, സർവ്വം ബ്രഹ്മമാകുന്നു, എല്ലാറ്റിലും അടങ്ങുന്നത് ആ വിശുദ്ധ ചൈതന്യമാണ് തത്വമസി എന്ന സായുജ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതാണ് ആറാമത്തെ സകാലം. അപ്പൊ സംസ്കാരത്തിലൂടെ, സമത്വത്തിലൂടെ, സമന്വയത്തിലൂടെ, സമരസതയിലൂടെ നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അയ്യപ്പനെ കാണാൻ കഴിയുന്നത്. ഈ മഹത്തരമായ സന്ദേശമാണ് അയ്യപ്പന്റെ ഈ ആരാധനയിലൂടെ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത്. അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. നമ്മൾ ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ എല്ലാവരും പലവട്ടം സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നില്ല, ലോകത്തിലേക്ക് മുഴുവൻ ഇത് പകർത്തേണ്ടിയിരിക്കുന്നു, എത്തിക്കേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിനുള്ള കരുത്ത് ഈ ദിവ്യമന്ത്രത്തിന്റെ ഉള്ളിലുണ്ട്. കാരണം ഈ മന്ത്ര സൃഷ്ടി, മന്ത്രമുണ്ടായത് ഇത് എഴുതണമെന്ന് തീരുമാനിച്ചുറച്ചെഴുതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എഴുതപ്പെടുന്നത് കവിതയുമല്ല. രാമായണം എന്ന് സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. നാരദനിൽ നിന്ന് രാമകഥ കേൾക്കുന്നു. അതിനുശേഷം ആ കേട്ട സന്തോഷത്തോടു കൂടി തപസാനദിയിൽ സന്ധ്യ നിർവഹിക്കാൻ വേണ്ടി വാൽമീകി ശിഷ്യനായ ഭഗവാനിലൂടെ പോകുന്ന വഴിക്ക് അത് ഉണർത്തിയ മനസ്സിന്റെ ആ ആത്മീയ അന്തരീക്ഷം, അതിന്റെ ആനന്ദത്തിൽ മുഴുകി മുന്നോട്ട് പോകുന്ന വാൽമീകി കാണുന്നത് ഒരു കഠോര ദൃശ്യമാണ്. ആ കഠോര ദൃശ്യം ക്രൗരമിഥുനങ്ങളിൽ ആൺപിടെ ഒരു കാട്ടാളൻ പിന്നീട് മനസ്സിലാകുന്നു അമ്പെയ്ത് വീഴ്ത്തുന്നു. ആ വേദനാജനകമായ കഠോരമായ ദൃശ്യം കണ്ട പെൺപിട തല തല്ലി കരയുന്നു. ഈ ദൃശ്യം കണ്ടപ്പോ വാൽമീകിയുടെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരു കവിത പുറത്തേക്ക് വന്നു, ഉമാവിഷാദപ്രതിഷ്ഠാനപ്പെടുന്നു. പക്ഷേ ഞാൻ കാണുന്നത് അതിനുശേഷം വാൽമീകി അത്ഭുതം കൂടുന്ന ശ്ലോകത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. മാനുഷാദപ്രതിഷ്ഠാനത്തിൽ ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ താൻ എന്താണ് പറഞ്ഞു വെച്ചത് എന്ന് സംശയിക്കുന്ന ഒരു വാൽമീകിയെ നമ്മളാണെങ്കിൽ വായിക്കുന്നുണ്ടോ? അതേ ചോദിക്കുന്നുണ്ട്. പാദവത്വക്ഷര സമസ്തന്ത്രീലയ സമന്വിത ശോകാർത്ഥസ്യ പ്രവൃത്തോമേ ശോകോ ഭഗവനയഥ. എന്റെ മനസ്സിൽ നിന്ന് ഈ പാദങ്ങൾ കൃത്യമായി ചിട്ടയോടുകൂടി എട്ടക്ഷരം എന്ന വിധത്തിൽ വീണാനാദം പോലെ പുറത്തേക്ക് വന്ന ഇതിനെയാണോ ഈ ശോകം കൊണ്ട് ആത്മനായ ഞാൻ എഴുതിയ ഇതിനെയാണോ ശ്ലോകം എന്ന് പറയുന്നത് എന്ന് അത്ഭുതം തോന്നും. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് കവിത, ഇതാണ് മന്ത്രം. അങ്ങനെ ആവുമ്പോഴേ മന്ത്രമാവുകയും എഴുതുക എന്ന് വലതുകയോടും ഇടതുകയോടും പറഞ്ഞ് പോരാട്ടത്തിന് കാലുകൊണ്ട് എഴുതുന്ന വിപ്ലവ മുദ്രാവാക്യ കവിതകളൊക്കെ നമുക്കിടയിൽ ആവശ്യം പോലെയുണ്ട്. അതൊന്നുമല്ല കവിത. കവിത എന്നത് ഇത്തരം അപൂർവങ്ങളായ മുഹൂർത്തങ്ങളിൽ തുറന്നു വീഴുന്ന അമൃത ബിന്ദുക്കളാണ്. അത്തരം അമൃത ബിന്ദുവാണ് ഈ നമ്മുടെയൊക്കെ അമരത്വത്തിലേക്ക് നയിക്കാൻ പോകുന്ന അത്യുജ്വലമായ ആ മന്ത്രത്തെ. ഈ മന്ത്രത്തിന്റെ ജപത്തിലൂടെ നമുക്ക് അയ്യപ്പന്റെ ചൈതന്യത്തെ, അയ്യപ്പന്റെ പൗരുഷത്തെ, അയ്യപ്പന്റെ ധർമ്മബോധത്തെ നമ്മളിലേക്ക് ആവാഹിച്ചു വരുത്താം. വീണ്ടും വരട്ടെ ആ ചെമ്പുലി പുറമേറി ആ പൊൻചിരി ചുരിക തലപ്പുമായി വൻ പതനത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ. ഇതും കവിയുടെ വർണ്ണനയാണ്. ചെമ്പുലി പുറമേറി അയ്യപ്പൻ വീണ്ടും അയ്യനാരും വാവരും ഒത്തുചേർന്നെത്തട്ടെ. ആ പൊൻചുരികൾ തലപ്പ് കാട്ടി അത് വീശി നമ്മളെ ഈ വൻ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് എത്താൻ കഴിയണം. അങ്ങനെ എത്തി അരിവിമർദ്ദനം നടത്തുമ്പോഴാണ് ചിലർക്ക് പാടി വരുമ്പോൾ അരി മർദ്ദനം എന്നായി പോകാറുണ്ട്. അരി വിമർദ്ദനം നടത്തി കഴിയുമ്പോഴാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ആ നർത്തനാരസത്തിലേക്ക്, നിത്യനർത്തനത്തിലേക്ക് അയ്യപ്പൻ കഴിയുന്നത്. ധർമ്മരക്ഷയ്ക്ക് ശേഷം നടത്തുന്ന നടനമാണ് നൃത്യനർത്തനം. ആ നൃത്യനർത്തനം ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒട്ടും വൈകാതെ നമ്മുടെ എല്ലാം കണ്ണുള്ളിൽ അത് കാണുമാറാകും എന്നതിന് യാതൊരു സംശയവും. കാരണം ആ വഴിക്കാണ് നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള മറ്റേ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പന്തളമാണ്.
നേരത്തെ തമ്പുരാൻ സൂചിപ്പിച്ചതുപോലെ ഈ പന്തളത്തിൽ നിന്നാണ് വലിയ പരിവർത്തനം കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മഹതിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ നാമജപ ഘോഷയാത്ര പന്തളത്തിന്റെ മണ്ണിലൂടെ നടന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അതിന് പിന്തുണ നൽകാൻ തമിഴകം മുഴുവൻ, തമിഴകം മാത്രമല്ല തെലുങ്കാനയും മഹാരാഷ്ട്രയും ഒക്കെ ഇവിടേക്ക് പ്രതിനിധികളെ അയച്ചിരിക്കുക. ആ നടന്ന ആ ശോഭായാത്ര നാളെ കേരളത്തിലും ദക്ഷിണ ഭാരതത്തിലും യാതൊരു സംശയമില്ലാതെ ഞാൻ പറയുകയാണ്. ഇതേറെയായി നാം സഹിക്കുന്നു. ഈ സഹനത്തിനൊരു അരിയുണ്ട്, അതിന് മാറ്റം വരും. ഒരു ധാർമ്മിക സാംസ്കാരിക നവോത്ഥാനം സംഭവിക്കാൻ പോവുകയാണ്. ആ സംഭവിക്കാൻ പോകുന്നതിന്റെ ദിവ്യസ്പന്ദനങ്ങളാണ് ഈ പന്തളം എന്ന അയ്യപ്പന്റെ ദിവ്യ നഗരിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരാവണ്ണം ചെവിയോർക്കാൻ കഴിയുമെങ്കിൽ, നേരാവണ്ണം ഹൃദയമതിനോട് തൊഴിലപ്പെടുത്തി നിർത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആ സ്പന്ദനം അനുഭവിക്കാൻ സാധിക്കും. ആ സ്പന്ദനം അതുകൊണ്ടാണ് പറഞ്ഞത് അയ്യപ്പൻ നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളി എത്താൻ പോവുകയാണ്. ആ എഴുന്നള്ളി എത്തത് വെറും പുള്ളിപ്പുള്ളിയായിട്ടല്ല, വിപുലാമതായി പറയുന്നത് പോലെ ഒരു ചെറുതുള്ളിയുടെ പുറത്തായിരിക്കും കയറിയെത്തുക. ആ ചുരികത്തലവുമായി ശരവുമായി അയ്യപ്പനെത്തി ഈ മണ്ണിനെയും ഈ നാടിനെയും സമ്പൂർണമായി രക്ഷിച്ചു. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75-ാം വർഷം ആഘോഷിക്കുന്ന സമയം കൂടിയാണ്. എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയേക്കാം. ഈ സ്വാതന്ത്ര്യ ലബ്ധിയുടെ പിന്നിലും പ്രവർത്തിച്ചത് യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ ഉയർച്ചയാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്കുള്ള പ്രേരണ നൽകിയത് ഭക്തിയുടെ നായകന്മാരായ ശീശ്വരന്മാരാണ്, കവിമാരാണ്. അതിലൂടെയാണ് മുന്നോട്ട് പോയത്. ഇവിടെ നാം കാത്തു നിൽക്കുന്ന ഒരു വലിയ പരിവർത്തനവും ഒന്നകത്ത് ജാനകിയമ്മ എന്ന ആ മഹാസാധ്വി, ആ മഹായോഗിനി, അയ്യപ്പ ഭക്ത രചിച്ച ഈ മഹാമന്ത്രം ഉയർത്തിവിടുന്ന ആ തരംഗങ്ങളിലൂടെ ഒരു വലിയ നവോത്ഥാനം സംഭവിക്കും. അത് കേരളത്തിന്റെ മാത്രമല്ല, ദക്ഷിണ ഭാരതത്തിന്റെ മാത്രമല്ല, മുഴുവൻ ഭാരതത്തിന്റെയും സ്വാഭാവികമായും ഭാരതത്തിലൂടെ ലോകത്തിന്റെയും മോചനത്തിന് കാരണമായി ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മഹാമഹാവിജയാണ്. ഞാൻ മുമ്പേ എന്ന മട്ടിൽ ഈ വരാൻ പോകുന്ന ആ 18 മാസങ്ങളും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അയ്യപ്പ ഭഗവാന്റെ ആ പ്രണവ പൊരുളിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് പിൻവാങ്ങുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. KR മൊബൈൽസ് പന്തളം ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിൽപ്പനയും സർവീസിംഗും. ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടച്ച് ഗ്ലാസ് മാറ്റിക്കൊടുക്കുന്നു. തവണ വ്യവസ്ഥയിൽ മൊബൈൽ ഫോണുകൾ വിൽക്കപ്പെടും. ഹോം ഡെലിവറി സൗകര്യം. ബ്രാൻഡഡ് മൊബൈൽ ആക്സസറീസ്. KR മൊബൈൽസ് ക്വാളിറ്റി സർവീസ് സെന്റർ ആൻഡ് എക്സ്ക്ലൂസീവ് ഷോറൂം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, പന്തളം.